ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു ഫംഗ്ഷൻ അത് ഡിഫൈൻഡ് ആയിട്ടുള്ളത് ഒരു ക്ലോസ്ഡ് ഇന്റർവെല്ലിലാണെങ്കിൽ അതിന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിന് മുമ്പത്തെ രണ്ട് സെക്ഷനുകളിലായിട്ട് നമ്മൾ ഒരു ഫംഗ്ഷന്റെ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം വാല്യൂസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും വെച്ചിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് വലിയ ടെസ്റ്റുകളൊന്നുമില്ല. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ള ആ ക്ലോസ്ഡ് ഇന്റർവെൽ നമുക്ക് വേണം. പിന്നെ വേണ്ടത് നമ്മുടെ ഫംഗ്ഷന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഒരു ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ്സിനെ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലാതായിട്ട് വരുന്ന ആ പോയിന്റ്സിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുക. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് ഇന്റർവെൽസും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ മാക്സിമം വാല്യൂസിന് നമ്മൾ പറയുന്ന ഒന്ന് രണ്ട് പേരുകൾ കൂടിയുണ്ട്, അതുകൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് പോകാം. നമ്മൾ ഒന്നെങ്കിൽ അതിനെ അബ്സല്യൂട്ട് മാക്സിമം ഓർ മിനിമം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഗ്ലോബൽ മാക്സിമം ഓർ മിനിമം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മാക്സിമത്തിനെ ആണെങ്കിൽ നമ്മൾ ഗ്രേറ്റസ്റ്റ് വാല്യൂ എന്ന് വിളിക്കും, മിനിമം ആണെങ്കിൽ നമ്മളതിനെ ലീസ്റ്റ് വാല്യൂ എന്ന് വിളിക്കും. അപ്പം നമുക്കൊരു ഫംഗ്ഷനും അത് ഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് ഇന്റർവെല്ലും തന്നിട്ട് അതിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, അല്ലെങ്കിൽ അബ്സല്യൂട്ട് മാക്സിമം കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, ഗ്ലോബൽ മാക്സിമം കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, ഗ്രേറ്റസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ്. അതൊന്ന് ഓർത്തുകൊള്ളുക. അപ്പൊ നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് 4 കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിനെ ഞാൻ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, ഫൈൻഡ് ഓൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓഫ് എഫ്. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത് ചെയ്യേണ്ടത് ടേക്ക് ദ എൻഡ് പോയിന്റ്സ് ഓഫ് ദി ഇന്റർവെൽ. നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇന്റർവെല്ലിന്റെ എൻഡ് പോയിന്റ്സ് എടുക്കുക. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് എന്തൊക്കെ പോയിന്റ്സ് ആണ്? ക്രിട്ടിക്കൽ പോയിന്റ്സും ഉണ്ട്, എൻഡ് പോയിന്റ്സും ഉണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പില് കാൽക്കുലേറ്റ് ദി വാല്യൂസ് ഓഫ് എഫ് അറ്റ് ദീസ് പോയിന്റ്സ്. അറ്റ് ദീസ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഈ എല്ലാ പോയിന്റ്സിലും, ക്രിട്ടിക്കൽ പോയിന്റ്സിലും, നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് ഇന്റർവെല്ലിന്റെ എൻഡ് പോയിന്റ്സിലും നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ഇനി ആ കാൽക്കുലേറ്റഡ് വാല്യൂസിലെ മാക്സിമം ആയിരിക്കും നമ്മുടെ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ, അല്ലെങ്കിൽ ഗ്ലോബൽ മാക്സിമം, അല്ലെങ്കിൽ എന്താ പറയുക അബ്സല്യൂട്ട് മാക്സിമം എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് വാല്യൂ എന്നൊക്കെ പറയുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് കഴിയുമ്പോൾ കിട്ടുന്ന ഏറ്റവും ലീസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ വാല്യൂവിനെയാണ് നമ്മൾ അതിന്റെ അബ്സല്യൂട്ട് മിനിമം അല്ലെങ്കിൽ ഗ്ലോബൽ മിനിമം അല്ലെങ്കിൽ എന്ന് പറയും ലീസ്റ്റ് വാല്യൂ ഓഫ് എഫ് എന്ന് പറയുക. അപ്പൊ ഇത്രയേ ഉള്ളൂ, വലിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഓൺ ദി ഇന്റർവെൽ, ക്ലോസ്ഡ് ഇന്റർവെൽ ആണ് 1, 5. അപ്പൊ ഈ പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഈ ഫംഗ്ഷന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ വേണ്ടത് ഈ ഫംഗ്ഷന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഡിഫൈൻഡ് അല്ലാത്ത അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ അല്ലാത്ത വാല്യൂസ് ഒന്നും നിലവിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫംഗ്ഷന്റെ എന്തായി, ക്രിട്ടിക്കൽ പോയിന്റ്സ് ആയി. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. എഫ് ഡാഷ് ഓഫ് എക്സ് 2x³ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 6x² മൈനസ് 15 × 2 എന്ന് പറയുമ്പോൾ 30x പ്ലസ് 36 എന്ന് കിട്ടും. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചെയ്യാൻ എളുപ്പമുണ്ടാവും. അപ്പൊ ഇതിനകത്തെല്ലാം 6 കോമൺ ആണ് അല്ലേ. നമുക്ക് 6നെ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 6 × x² മൈനസ് 5x പ്ലസ് 1 എന്ന് നമുക്ക് ഇതിനെ, പ്ലസ് 1 അല്ല പ്ലസ് 6 എന്ന് നമുക്ക് ഇതിനെ എഴുതാം അല്ലെ. ഇതിനകത്ത് 30 എന്ന് പറഞ്ഞു മൈനസ് 30, 5 × 6 ആണ് മൈനസ് 30, മൈനസ് 5 × 6 ആണ് മൈനസ് 30 വരിക, 6 × 6 ആണ് 36 വരിക. അപ്പൊ അവിടെ 6 വരും. വിച്ച് ഇസ് ഈക്വൽ ടു 6 × ഇതിനൊന്ന് സ്ക്വയർ ആക്കാൻ പറ്റുമോ നോക്കിക്കേ. ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ, ഹോൾ സ്ക്വയർ എന്നല്ല ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. കൂട്ടുമ്പോൾ മൈനസ് 5 ഗുണിക്കുമ്പോൾ പ്ലസ് 6 കിട്ടണം. പ്ലസ് 6 കിട്ടണമെങ്കിൽ നമുക്കറിയാം 3 2 കൂട്ടി കഴിഞ്ഞാൽ 5 ആണ്, ഗുണിക്കുമ്പോൾ 6 ആണ്. അപ്പൊ ഇവിടെ മൈനസ് 5 കിട്ടേണ്ടത് കൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എടുക്കാം, x - 2 × x - 3. ഇവിടെ എന്താ പറയാ,
കൂട്ടുമ്പോൾ രണ്ടും കൂടെ -2 -3 കൂട്ടുമ്പോൾ +-5 കിട്ടും, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +6 കിട്ടിക്കോളും. അപ്പൊ നമുക്കിതിനെ ഈ ഒരു രീതിയിൽ എഴുതാം. അപ്പൊ ഇനി f'(x = 0) എന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. f'(x = 0) implies f'(x) എന്ന് പറഞ്ഞാൽ 6 × x - 2 × x - 3 ആണ്. this is equal to 0. ഇത് 0 ആകുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ x - 2 = 0 ആകണം, അല്ലെങ്കിൽ x - 3 = 0 ആകണം. എന്ന് പറഞ്ഞാൽ x is equal to 2 or 3. നമ്മുടെ ഫംഗ്ഷന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഈ സ്റ്റെപ്പ് എഴുതി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതണം. therefore the critical points of the given function are 2 and 3. ഇനി നമുക്കറിയാം, നമുക്ക് ഉള്ള പോയിന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നേരത്തെ എഴുതിയേക്കാം. ക്രിട്ടിക്കൽ പോയിന്റ്സ് 2, 3 ക്രിട്ടിക്കൽ പോയിന്റ്സ്. പിന്നെയുള്ളത് എന്താണ്? ഇന്റർവെല്ലിന്റെ ക്ലോസ് ഇന്റർവെല്ലിന്റെ എൻഡ് പോയിന്റ്സ്. എൻഡ് പോയിന്റ്സ് ഓഫ് ദി ഇന്റർവെൽ. എൻഡ് പോയിന്റ്സ് എന്തിനാണെന്നറിയാം, ഇന്റർവെല്ലിന്റെ ആണ്. ഏതൊക്കെയാണുള്ളത്? 1, 5. അപ്പൊ നമുക്ക് ഈ പറയുന്ന 4 പോയിന്റ്സിലും നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫംഗ്ഷന്റെ വാല്യൂ ആണ്, വേറെ എന്തിലേക്കും പോകരുത്. അപ്പൊ നമുക്ക് ഡെറിവേറ്റീവിന്റെ ആവശ്യമൊക്കെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇതിനെ ഇനി വായിച്ചു കളയാം. The value of the function on these points. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? f(2) വേണം, പിന്നെ f(3) വേണം, f(1) വേണം, f(5) വേണം. നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തുകൊള്ളുക. 2 × 2³ അല്ലെ, 2³ മൈനസ് 15 × 2ന്റെ സ്ക്വയർ പ്ലസ് 36 × 2 plus 1 which is equal to എന്ത് വരും? 2 × 2ന്റെ ക്യൂബ് 8 ആണ്. അപ്പൊ 2 × 8 മൈനസ് 15 × 4 പ്ലസ് 36 × 2 പ്ലസ് 1 which is equal to എന്താ? 2 × 8 16 മൈനസ് ഇത് 60 വരും അല്ലെ, 15 × 4 60 വരും, പ്ലസ് 36 × 2 എന്ന് പറയുമ്പോൾ 72 വരും, പ്ലസ് 1 which is equal to എത്ര വരിക? 72 73 അതിന് കൂടെ ഒരു 16 കൂടി കഴിഞ്ഞാൽ 89 മൈനസ് 60 which is equal to 29. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് f(2) = 29 എന്ന് കിട്ടി. ഇനി f(3) is equal to 2 × 2³ ആണ്. ഞാനിവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകണം കേട്ടോ. 2³ എന്ന് പറഞ്ഞ 3³ വരും. 3³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 3 which is equal to 27 അല്ലേ. 27 മൈനസ് 15 × 9 പ്ലസ് 36 × 3 പ്ലസ് 1 which is equal to 27 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 54 മൈനസ് 45 135 പ്ലസ് 108 പ്ലസ് 1 which is equal to എത്ര കിട്ടാം? 109 വരും. അപ്പൊ നമുക്ക് കിട്ടിയ രണ്ട് വാല്യൂസ് f(2) = 29 and f(3) = 28. നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് എഴുതി വെച്ചേക്കാം. f(2) 29, f(3) 28. ഇനി വേണ്ടതായിരുന്നു f(1)ഉം f(5)ഉം കൂടി വേണം. f(1) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് എല്ലാം 1 കൊടുക്കുക. അപ്പൊ നമുക്ക് 2 - 15 + 36 + 1 എന്ന് കിട്ടും. which is equal to 37 39 - 15 which is equal to 24. അപ്പൊ f(1) = 24. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അതാണ് f(5).
എഫ് ഓഫ് 5 is equal to എന്താ പറയുക 2 into 5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 minus 15 into 25 plus 36 into 5 plus 1 which is equal to 125 into 2 എന്ന് പറഞ്ഞാൽ 250 വരും. 250 minus 375 plus 180 plus 1 which is equal to നമുക്ക് ഇതിനെ ഒന്ന് ആഡ് ചെയ്തെടുക്കാം. 250 plus 180 plus 1 അല്ലേ? +1 എന്ന് പറയുമ്പോൾ 431 minus 375 which is equal to 56. നമുക്ക് f of 5 equal to 56 എന്ന് കിട്ടി. അപ്പൊ ഇത്രേ ഉള്ളൂ നമുക്ക് ഉണ്ടായിരുന്ന നമ്മുടെ ഫംഗ്ഷന്റെ രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ടായിരുന്നത് 2, 3. ആ രണ്ട് പോയിന്റ്സിൽ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്തു. അതുപോലെ തന്നെ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തു. ഫംഗ്ഷൻ ഏത് ക്ലോസ്ഡ് ഇന്റർവെല്ലിലാണോ ഡിഫൈൻ ആയിട്ടുള്ളത് ആ ക്ലോസ്ഡ് ഇന്റർവെല്ലിന്റെ n പോയിന്റ്സിലും ഫംഗ്ഷന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നോക്കി ഇതിനകത്ത് ഏറ്റവും മാക്സിമം ഏതാണ്, ഏറ്റവും മിനിമം ഏതാണെന്ന്. അപ്പൊ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ്? The maximum value of the function is 56 at the point. ഏത് പോയിന്റിലാണ്? x is equal to 5. മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ഗ്ലോബൽ മാക്സിമം അല്ലെങ്കിൽ അബ്സല്യൂട്ട് മാക്സിമം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഏതാണ്? 56 at x equal to 5. ഇനി ഇതിന്റെ മിനിമം വാല്യൂ, ആ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 24 at x equal to 1. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. വളരെ ഈസിയാണ്. ഇതിനകത്ത് ആകെ എന്താ വേണ്ടത്? നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ട് അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഫംഗ്ഷന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക ക്രിട്ടിക്കൽ പോയിന്റ്സിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്റർവെൽസിന്റെ എൻ പോയിന്റ്സിലും. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. An Apache helicopter of enemy is flying along the curve given by y equal to x square plus 7. അപ്പൊ ഒരു കർവിൽ, ഒരു പർട്ടിക്കുലർ കർവിൽ കൂടിയാണ് ഇത് മൂവ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ കർവിന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. എന്താണ്? y equal to x square plus 7. A soldier placed at 3 points, a soldier placed at the point 37 എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ പോയിന്റിൽ നിൽക്കുന്ന ഒരു സോൾജിയർ, അതായത് സോൾജിയറിന്റെ പൊസിഷൻ ആണ് നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. വാണ്ട്സ് ടു ഷൂട്ട് ഡൗൺ ദി ഹെലികോപ്റ്റർ, അത് ഷൂട്ട് ചെയ്യണം വെൻ ഇറ്റ് ഈസ് നിയറസ്റ്റ് ടു ഹിം, അതായത് അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത് ഇത് വരുമ്പോൾ വേണം അതിനെ ഒന്ന് ഷൂട്ട് ചെയ്തിടാൻ. ഫൈൻഡ് ദ നിയറസ്റ്റ് ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഏത് ഡിസ്റ്റൻസിലായിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് ഇതിനെ ഷൂട്ട് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഒരു പോയിന്റ് ഉണ്ട്, 37 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ 37 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ ഹെലികോപ്റ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിരിക്കുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ഹെലികോപ്റ്റർ ഈ സോൾജിയറിന് ഏറ്റവും നിയറസ്റ്റ് ആയിരിക്കുന്നതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമുക്കറിയാം രണ്ട് പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? x1 y1 x2 y2 ഇങ്ങനെ രണ്ട് പോയിന്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ് എന്ന് പറയുന്നത് √x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ ആണ്. ഈ ഡിസ്റ്റൻസ് ഫോർമുല നമുക്കറിയാം. പക്ഷെ നമ്മുടെ കയ്യിൽ ആകെയുള്ള പോയിന്റ് ഏതാണ്? 37 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇനി ഈ 37 എന്ന് പറയുന്ന പോയിന്റും പിന്നീട് ജനറൽ പോയിന്റ് കൂടിയാണ് നമുക്ക് വേണ്ടത് അല്ലെ. അങ്ങനെയാണെങ്കിൽ y equal to x square plus 7 എന്ന് പറയുന്ന ഈ കർവിൽ കൂടിയാണ് അപ്പാഷെ ഹെലികോപ്റ്റർ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു പർട്ടിക്കുലർ പോയിന്റ് x നമ്മൾ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y കോർഡിനേറ്റ് എന്താണ് അത് ഐഡന്റിഫൈ ചെയ്യാനാണ് നമുക്ക് ഈ ഒരു റിലേഷൻ തന്നിട്ടുള്ളത്. അറ്റ് x എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y കോർഡിനേറ്റ് എന്ന് പറയുന്നത് x² + 7 ആണ്. അപ്പൊ നമുക്ക് രണ്ട് പോയിന്റ്സ് ആയി. ഇനി ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ആ ഡിസ്റ്റൻസ് ഫംഗ്ഷനെ അതിനെ ഒരു ഫംഗ്ഷൻ ഓഫ് x ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? നമ്മൾ കണ്ടുപിടിച്ച ഫംഗ്ഷന്റെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഡിഫൈൻ ചെയ്ത് വെക്കുന്ന ആ ഫംഗ്ഷന്റെ
മിനിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം കണ്ടുപിടിച്ചാൽ മതി. ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ ഫംഗ്ഷൻ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഏറ്റവും മിനിമം വാല്യൂ ഡിസ്റ്റൻസിൽ കിട്ടുന്ന ആ പർട്ടിക്കുലർ പോയിന്റ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ 2 പോയിന്റ്സ് ഉണ്ട്. ഏതാണ് 3, 7 എന്ന് പറയുന്ന പോയിന്റും x² + 7 എന്ന് പറയുന്ന പോയിന്റും. അപ്പൊ ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് അതിന് വേണമെങ്കിൽ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് d എന്ന് പേര് കൊടുക്കാം. നമുക്ക് ഈ x ആയതുകൊണ്ട് d ഓഫ് x നമുക്ക് ഇതിനെ വിളിക്കാം. d ഓഫ് x is equal to എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? റൂട്ട് ഓഫ് x2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ളത് x ആണ്. അപ്പൊ x - 3 ഹോൾ സ്ക്വയർ പ്ലസ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ളത് x² + 7 ആണ് -7 ഹോൾ സ്ക്വയർ. ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ദിസ് ഈസ് ഈക്വൽ ടു നിൽക്കട്ടെ, ഇതിന് നമുക്ക് dx എന്ന് പേര് കൊടുക്കാൻ വരട്ടെ. നമുക്ക് ഇതിന് ഡിസ്റ്റൻസ് എന്ന് കൊടുക്കാം. ഡിസ്റ്റൻസ് എന്ന് പേര് കൊടുക്കാം. അപ്പൊ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു x - 3 ഹോൾ സ്ക്വയർ പ്ലസ് ഈ 7 ഈ -7 ക്യാൻസൽ ആയി പോയി കിട്ടും. നമുക്ക് എന്താണുള്ളത്? x² ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇനി ഇതിന്റെ മിനിമം വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഇത് മിനിമം ആകുന്ന എപ്പോഴാണ്? ഈ സ്ക്വയർ റൂട്ട് ഫംഗ്ഷന്റെ മിനിമം വാല്യൂ കിട്ടുന്നത് ഇതിന്റെ ഉള്ളിലത്തെ ഈ ഫംഗ്ഷന്റെ വാല്യൂ മിനിമം ആയിരിക്കുമ്പോൾ തന്നെയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് ഫംഗ്ഷൻ എങ്ങനെ എടുക്കാം? d ഓഫ് x is equal to x - 3 ഹോൾ സ്ക്വയർ പ്ലസ് x² ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x⁴ ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് d ഓഫ് x ഈ സ്ക്വയർ റൂട്ട് ഒഴിവാക്കി എടുത്തതെന്ന് മനസ്സിലായല്ലോ അല്ലേ. നമുക്ക് ശരിക്കും ഏറ്റവും സിംപ്ലിഫൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യേണ്ടത്, ഏറ്റവും മിനിമം വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ഏത് ഫംഗ്ഷന്റെയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് x - 3 ഹോൾ സ്ക്വയർ പ്ലസ് x² ഹോൾ സ്ക്വയറിന്റെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? ഈ പറയുന്ന പർട്ടിക്കുലർ ഈ ഒരു ഫംഗ്ഷന്റെ വാല്യൂ മിനിമം ആയിരിക്കുമ്പോൾ തന്നെയാണ് ഇതിന്റെ സ്ക്വയർ റൂട്ട് മിനിമം ആയിട്ട് കിട്ടുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും? നമുക്ക് വേണ്ട ഫംഗ്ഷൻ ആയിട്ട് x - 3 ഹോൾ സ്ക്വയർ പ്ലസ് x⁴ എടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. x - 3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a + b ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ a - b ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ കൊടുത്താൽ എങ്ങനെ കിട്ടും? x² - 2 × a × b എന്ന് പറഞ്ഞാൽ -2 × 3 എന്ന് പറയുമ്പോൾ 6 വരും. -6x + 9 പ്ലസ് ഈ കിടക്കുന്ന x⁴. ഇത് നമുക്ക് വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ പവർ ഉള്ളതിനെ ആദ്യം എഴുതാം. x⁴ പ്ലസ് x² -6x + 9. ഇതാണ് നമുക്ക് മിനിമം വാല്യൂ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഫംഗ്ഷൻ. അപ്പൊ ഇനി നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഫംഗ്ഷനെ മാത്രം ഒന്ന് എടുത്തെഴുതാം. അപ്പോൾ d ഓഫ് x is equal to നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷൻ ഏതാണ്? x⁴ പ്ലസ് 6x² അല്ല x² -6x + 9. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഇതിന്റെ ക്രിട്ടിക്കൽ, ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യണം. ക്രിട്ടിക്കൽ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് d' ഓഫ് x is equal to x⁴ ഡെറിവേറ്റീവ് നമുക്കറിയാം 4x³ പ്ലസ് x² ഡെറിവേറ്റീവ് 2x - 6. ഇതാണ് d' ഓഫ് x. ഇനി d' ഓഫ് x ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇതിനെ നോക്കിക്കേ, ഇതിനകത്ത് എക്സിന് വാല്യൂ, നമുക്ക് ഇത് ക്യൂബിക് പോളിനോമിയൽ ആണ്. ക്യൂബിക് പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയും. അപ്പൊ നമ്മൾ എക്സിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0ലേക്ക് പോകില്ല, കാരണം നമുക്ക് ഇവിടെ കോൺസ്റ്റന്റ് ഉണ്ട്. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത് +or -1. ആദ്യമേ നമുക്ക് എക്സിന് 1 കൊടുത്തു നോക്കാം. എക്സിന് 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? അതായത് d' ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഇവിടെ കിട്ടുന്നത്? 4 × 1³ പ്ലസ് 2 × 1 -6 which is equal to 4 + 2 6 വരെ 6 - 6 is equal to 0 ആയി പൊക്കോളും. അതായത് x is equal to 1 ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ x - 1 ഇതിന്റെ ഫാക്ടർ ആയിരിക്കും. ഇനി x - 1 ഫാക്ടർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ x - 1 into സംതിങ് നമുക്ക് എഴുതാം. ഇനി ആ സംതിങ് എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പോളിനോമിയൽ ഡിവിഷനിലേക്ക് നമുക്ക് പോകാം. അതായത് 4x³ പ്ലസ് 2x - 6 എന്ന് പറയുന്ന പോളിനോമിയലിനെ നമുക്ക് എന്ത് ചെയ്യണം? x - 1 കൊണ്ട്
ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, എക്സ് ക്യൂബ് കഴിഞ്ഞ് നമുക്ക് ഇവിടെ എക്സ് സ്ക്വയറിന്റെ ടേം ഇല്ല. അപ്പൊ നമുക്ക് കാൽക്കുലേഷന് കോംപ്ലിക്കേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോഎഫിഷ്യന്റ് 0 കൊടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ എക്സ് സ്ക്വയറിന്റെ ടേം എഴുതാം, പ്ലസ് 2x - 6. ഇനി എങ്ങനെയാ പോളിനോമിയൽ ഡിവിഷൻ ചെയ്യുക? 4x ക്യൂബ് കിട്ടാൻ ഈ എക്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമുക്കറിയാം 4x ക്യൂബ് കിട്ടാൻ വേണ്ടിയിട്ട് എക്സിനെ 4x സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ 4x സ്ക്വയറിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 4x ക്യൂബ് കിട്ടുക. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് എഴുതണം? 4x സ്ക്വയർ എഴുതണം. 4x സ്ക്വയറിന്റെ എക്സ് എന്ന് പറയുന്നത് 4x ക്യൂബ് ആണ്. പക്ഷെ ഇനി ഇവിടെ ഒരു ടേം കൂടി ഉണ്ട്, അപ്പൊ ഇതുകൊണ്ട് കൂടി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. അപ്പൊ -1 × 4x സ്ക്വയർ എന്ന് പറയുമ്പോൾ -4x സ്ക്വയർ. ഇനി ഇത് സാധാരണ നോർമൽ ഡിവിഷനിലെ പോലെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യും. ഇത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് 0 ആയി പോകും. 0x സ്ക്വയറിൽ നിന്ന് 4x സ്ക്വയർ -4x സ്ക്വയർ സബ്സ്ട്രാക്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 0x സ്ക്വയർ -4x സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് എന്താകും? പ്ലസ് ആകും, പ്ലസ് 4x സ്ക്വയർ. പിന്നെ ഇവിടെ ബാക്കിയുള്ള നമുക്ക് ഇങ്ങനെ എഴുതാം, 2x - 6. ഓക്കെ, ഇനി ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ട് കിടക്കുന്നതില് ഇതാണ് 4x സ്ക്വയർ ആണ്. ഇപ്പൊ എന്തിനെ എക്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് 4x സ്ക്വയർ കിട്ടുക? നമുക്കറിയാം 4x കൊണ്ട്, അപ്പൊ പ്ലസ് 4x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് നമുക്ക് 4x സ്ക്വയർ കിട്ടും. അപ്പൊ 4x × x എന്ന് പറയുന്നത് 4x സ്ക്വയർ ആണ്. 4x × -1 എന്ന് പറഞ്ഞാൽ -4x ആണ്. വീണ്ടും സബ്സ്ട്രാക്ട് ചെയ്യുക. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ക്യാൻസൽ ആയി പോകും. 2x - -4x, ഇപ്പൊ മൈനസ് പ്ലസ് ആവും. 2x പ്ലസ് 4x എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6x - 6. വീണ്ടും ഇവിടെ കിടക്കുന്നത് 6x ആണ്. എക്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും? പ്ലസ് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6x കിട്ടും. അപ്പൊ 6 × x, 6x എഴുതി. -1 × 6 -6. നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 ആയി പോകും. 0 ആയി പോകും കാരണം x - 1 ഇതിന്റെ ഫാക്ടർ ആണ്. അതുകൊണ്ട് നമുക്ക് റിമൈൻഡർ 0 കിട്ടുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് എന്ത് എഴുതാൻ പറ്റും? ഇതിന് പകരം നമുക്ക് ഇത് ഇൻറ്റു ഇത് എന്ന് എഴുതാം. x - 1 നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. x - 1 ഇൻറ്റു 4x ക്യൂബ് പ്ലസ് 4x ക്യൂബ് അല്ല 4x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 6 എന്ന് എഴുതാം. അപ്പൊ ഇതിനെ നമ്മൾ d' നെ നമ്മളൊന്ന് ഇച്ചിരി കൂടി ഇത് സിംപ്ലിഫൈ ചെയ്തിരിക്കും. ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇതിനകത്ത് എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ നോക്കിക്കേ. ഇതിനകത്തെല്ലാം ഒരു 2 ഉണ്ടല്ലേ, നമുക്ക് ആ 2നെ കൂടെ അങ്ങ് പുറത്തെടുത്ത് എഴുതിയേക്കാം. അപ്പൊ 2 × x - 1 ഇൻറ്റു ഞാൻ 2 എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താണുള്ളത്? 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 എന്ന് കിട്ടും. ഇനി ഇതിനെയും കൂടി നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്യണം. ഇതിനെയും കൂടി ഫാക്ടറൈസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഡയറക്റ്റ് ഇനി പോകാം. അപ്പൊ d' നമുക്ക് കിട്ടി. ഇനി d' = 0 ആകുന്ന പോയിന്റ്സ് ആണ് നമുക്ക് വേണ്ടത്, അല്ലെ? അപ്പൊ d' 0 implies 2 × x - 1 ഇൻറ്റു 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 = 0. ഇതാണ് നമുക്ക് വേണ്ട പോയിന്റ്സിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ദിസ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് x - 1 = 0 ഓർ 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 = 0. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആകുമ്പോഴാണ് ഇത് 0 ആകുന്നത്. അപ്പം ദിസ് ഇംപ്ലൈസ് x - 1 = 0 ഓർ 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 = 0. x - 1 = 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം x = 1 എന്നാണ്. അത് നമുക്കറിയാം. ഇനി ഈ പാർട്ടിനെ കുറിച്ച് എന്താ പറയാൻ നോക്കിക്കേ. 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 = 0. നമുക്കിവിടെ കോഎഫിഷ്യന്റ് ഒരു 1 അല്ലാത്ത വാല്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ നമ്മൾ സേഫ് ഏതായിരിക്കും? -b + or മൈനസ് അത് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതായിരിക്കും. അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഡിസ്ക്രിമിനേറ്റർ ഒന്ന് നോക്കാം. b² - 4ac b² - 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിലാണ് നമ്മുടെ ഫംഗ്ഷന് റിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, അല്ലെ? അപ്പൊ അതുകൊണ്ട് b² - 4ac എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എത്രയാണ്? b² - 4ac ഇവിടെ b യുടെ സ്ഥാനത്തുള്ളത് 2 ആണ്. അപ്പൊ 4 -
4 into 2 into 3 is equal to 4 minus 4 into 3 12 ആണ്. 12 into 2 എന്ന് പറയുമ്പോൾ 24. അപ്പോൾ 4 minus 24 which is equal to minus 20 which is less than 0. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന് റിയൽ റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ദിസ് ഇസ് ഈക്വൽ ടു 0 ആകാൻ പാകത്തിന് എക്സിന് ഒരു റിയൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇതിന് റൂട്ട്സ് ഉണ്ട്, അതെവിടെയാണ്? കോംപ്ലക്സ് ആണ് അല്ലേ? b² - 4ac ലെസ് ദാൻ 0 ആകുന്ന വാല്യൂസ് ആകുന്ന എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കോംപ്ലക്സ് ഐ ഒക്കെ കൊടുത്ത് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അപ്പോൾ അതിവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ 3-dimensional സ്പേസിൽ നമുക്കൊരു പോയിന്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനെ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ആകെ ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് ഒരൊറ്റ പോയിന്റ് ഉള്ളത് ഏതാണ്? x is equal to 1 ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ശരിക്കും വേണ്ടത്? നമുക്ക് ഈ പർട്ടിക്കുലർ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഇന്റർവെൽ വേണമായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ഇന്റർവെൽ പോസിബിൾ ആണ്. നോക്കിക്കേ, ഒരാൾ നിൽക്കുന്നു, പിന്നെ ഇത് എങ്ങോട്ടേക്ക് പോകും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇന്റർവെൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പൊ നമ്മളുടെ ഫംഗ്ഷന്റെ വാല്യൂ നമുക്ക് എവിടെ മാത്രം കൺസിഡർ ചെയ്താൽ മതിയാവും? നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ഉള്ളൂ. ഏതാണ്? d of 1 മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. d of 1 is equal to d of x. എല്ലാവരും ഓർക്കുന്നുണ്ടോ? d of x എന്ന് പറയുന്നത് ശരിക്കും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x minus 3 all square plus x raised to 4 ആയിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ് when x is equal to 1, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് when x is equal to 1. x is equal to 1 ആകുമ്പോഴത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? റൂട്ട് ഓഫ് 1 minus 3 all square plus 1 raised to 4 which is equal to 1 minus 3 എന്ന് പറഞ്ഞാൽ -2 ആണ്. -2ന്റെ സ്ക്വയർ -2ന്റെ സ്ക്വയർ 4 ആണ്. 4 plus 1 which is equal to root 5. അപ്പം റൂട്ട് 5 ആണ് ഇതിന്റെ എന്തെന്ന് പറയുക, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അതായത് ഈ 37 എന്ന് പറയുന്ന പോയിന്റിൽ നിൽക്കുന്ന ആരാണ്? സോൾജിയറിൽ നിന്ന് ഈ അപ്പാഷെ ഹെലികോപ്റ്ററിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? അല്ലെങ്കിൽ നിയറസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൂട്ട് 5 ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു പോസിബിലിറ്റി ഉള്ളത് when x is equal to 0 എന്ന് പറയുന്ന പോലെ ഒറിജിനിൽ നിന്ന് ഇതിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് എന്നുള്ളതാണ് ഒരു പോസിബിലിറ്റി ഉള്ളത്. ഒറിജിനിൽ നിന്ന്, അതായത് ഡിസ്റ്റൻസ് when x is equal to 0. അപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്താൽ പോലും നമുക്ക് എന്ത് കിട്ടും? 0 minus 3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 3, ഇവിടെ ഇത് 0 ആയി പോകും. 3 എന്ന് തന്നെ കിട്ടും. അത് എന്താണെങ്കിലും റൂട്ട് 5നേക്കാൾ വലുതാണ്. അപ്പൊ മിനിമം വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് 5 ആണ്. അപ്പൊ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഒരു പോയിന്റും കൂടി ഐഡന്റിഫൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന കർവിന്റെ ഇക്വേഷൻ ഉപയോഗിക്കാം. എക്സ് എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y കോർഡിനേറ്റ് എന്ന് പറയുന്നത് x² + 5 ആയിരിക്കും. അതിൽ നിന്ന് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്ക് വേണ്ട ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. സ്ക്വയർ റൂട്ട് ഒഴിവാക്കി അതിനുള്ളിലത്തെ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ ഇവിടേക്ക് വന്നാൽ മതിയാവും, നമ്മുടെ ഈ ഫംഗ്ഷന്റെ മിനിമം വാല്യൂയിലേക്ക് വന്നാൽ മതിയാവും. അപ്പൊ ഈ ഒരു രീതിയിൽ ഈ ടൈപ്പ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനും ഈ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് അങ്ങ് ചോദിച്ചു കാണാറില്ല, എങ്കിൽ പോലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഈ ചാപ്റ്റർ കഴിഞ്ഞതാണ്. നമുക്ക് അടുത്ത 1-2 സെക്ഷനുകളിലായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് ചാപ്റ്ററിനെ കുറിച്ച് കൂടുതൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളതിനെ കുറിച്ച് കൂടുതലായിട്ട് ഐഡിയ കിട്ടിക്കോളും. അപ്പോൾ മാക്സിമം വാല്യൂ, ലോക്കൽ മാക്സിമം, ഗ്ലോബൽ മാക്സിമം, ഈ മൂന്നാണ് എന്നുള്ള രീതിയിലൊന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. അതായത് മാക്സിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ തന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യാം, എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം. മിനിമവും മാക്സിമം എക്സിസ്റ്റ് ചെയ്യാം, എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം. പക്ഷേ ക്ലോസ്ഡ് ഇന്റർവെല്ലിലാണെങ്കിൽ ഫംഗ്ഷൻ ഒരു മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. ഇപ്പം ഇതൊരു സ്പെഷ്യൽ കേസ് ആണ്. ഈ പ്രോബ്ലം ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. പിന്നെ ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം ഒക്കെ കണ്ടുപിടിക്കുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റോ അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പം അടുത്ത സെഷനിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.